ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പരീക്ഷ വരാൻ നിൽക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ, ഏത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളുടെ വീഡിയോയുമായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. സെറ്റായിക്കൊള്ളുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ ഏതാണ് ഒന്ന് നോക്കാം. കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകളെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? എന്ത് കാരണത്താലാണ് കർഷക സ്ത്രീകളെ ഗ്രാമത്തിന്റെ ഐശ്വര്യമെന്ന് കവിയത്രി വിശേഷിപ്പിക്കുന്നത്? അവർ ചെയ്യുന്ന പ്രവർത്തനം ഈ നാടിനും ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള ലോകത്തിനും എന്തെങ്കിലും ഫലപ്രദമാകുന്നുണ്ടോ? അങ്ങനെ ഒരു പരാമർശം പാഠഭാഗത്തുണ്ട്. ആ ഉത്തരം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. ഓർക്കുക, കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം? സെറ്റ്. ദെൻ നെക്സ്റ്റ് നോക്കുക. സുന്ദരാലേഖ്യം നീ കേരളമേ. കേരളത്തിനെ ഒരു സുന്ദരമായിട്ടുള്ള ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ചില പ്രത്യേക കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ വരച്ച പോലെ മനോഹരമാണ് എന്ന് കവിയത്രി പറയുന്നു. എന്തെല്ലാം പ്രത്യേകതകളാണ് കവിയത്രി അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇന്ന് രാത്രിയിലെ ലൈവ് ക്ലാസ്സിനകത്ത് കിട്ടും. അവിടേക്ക് എന്ത് ചെയ്തോളുക? വന്നോളുക. കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം? തൃശ്ശൂരിൽ നടക്കുന്ന കുമ്മാട്ടിയെ പരിചയപ്പെടുത്തുന്ന പാഠഭാഗം നമ്മൾ പരിചയപ്പെട്ടു. ആ പാഠഭാഗം പരിചയപ്പെട്ട സമയത്ത് അതിൽ കുമ്മാട്ടി ധരിക്കുന്ന വേഷവിധാനങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? മാറച്ചം, പുല്ലുകൾ. ആ പുല്ലിനൊരു പ്രത്യേകതയുണ്ട്, ആ കെട്ടിനൊരു പ്രത്യേകതയുണ്ട്. കയ്യിൽ എത്ര കെട്ട്, കാലിൽ എത്ര കെട്ട്, ശരീരത്തിൽ എത്ര കെട്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളുടെ പ്രത്യേകത എന്ത് ചെയ്യുക? നമ്മളിവിടെ കൃത്യമായിട്ട് പരാമർശിക്കുക. വിത്തിനായിട്ട് ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം? നമ്മുടെ ചെറുവയൽ രാമേട്ടൻ വിത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതിൽ ഓരോ വിത്ത് ശേഖരിക്കുന്ന സമയത്തും അതിന് ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്, എങ്ങനെ ശേഖരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധാന്യമണികൾക്കുള്ള വിത്ത് ശേഖരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ചെറുവയൽ രാമേട്ടൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റാക്കിക്കൊള്ളുക, റെഡി ആക്കിയിരുന്നോളുക. ദെൻ നെക്സ്റ്റ്, ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം? ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കർഷകർ കൃഷി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസം നേടിയതോടുകൂടി ഞാറ് നടുന്ന സമയം, അത് വിളവെടുപ്പ് നടത്തുന്ന സമയം, ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, ഇതെല്ലാം കൃത്യമായിട്ട് കർഷകർ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രീയമായി എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് കൃഷി സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചോദ്യം കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. സെറ്റാക്കിക്കൊള്ളുക, നന്നായിട്ട് പഠിച്ചിരുന്നോളുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുക. ഇതിന്റെ ഉത്തരങ്ങൾ കാണാൻ വേണ്ടി ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.